നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച എൻഡിഎയിൽ മേയർ ചർച്ചകൾ തുടരുന്നു. മുൻ DGP ശ്രീലേഖയും VV രാജേഷും പരിഗണനയിൽ. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ വിശദ ചർച്ച ജനുവരിയിൽ. ഇന്നത്തെ യോഗത്തിൽ അവലോകനം ഉണ്ടായില്ല. ആദ്യം പാർട്ടി തല അവലോകനം, ആഴത്തിലുള്ള പരിശോധന ഉണ്ടാകുമെന്നും കൺവീനർ TP രാമകൃഷ്ണൻ. ഇടതിനൊപ്പം തന്നെയെന്ന ജോസ് കെ മാണി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യവുമായി ഹൈക്കോടതി. കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് കോടതി. N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ കോടതിയുടെ ചോദ്യം. സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യണ SIT. നടപടി ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തന്ത്രിയുടെ മൊഴി. വയനാട് പച്ചിലക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ തിരച്ചിൽ. ലൊക്കേറ്റ് ചെയ്തതായി വനം വകുപ്പ്. കാപ്പിത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് തെർമൽ ഡ്രോൺ പരിശോധന. പടിക്കുംവയൽ ഭാഗത്ത് കടുവയെ നാട്ടുകാർ കണ്ടത് ഇന്നലെ. IFFK പ്രതിസന്ധി തുടരുന്നു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് പ്രദർശനാനുമതി 4 സിനിമകൾ കൂടി. ഇനി അനുമതി ലഭിക്കേണ്ടത് 15 സിനിമകൾക്ക്. പ്രദർശനാനുമതി നിഷേധിക്കുന്നതിൽ പ്രതിഷേധം തുടരുന്നു. കൊച്ചിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ജലവിതരണം ഉടൻ പുനരാരംഭിക്കും. രാത്രിയോടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കളക്ടർ. ചേരനെല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കും. മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം. കുഴൽ പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകിയത് രാത്രിയോടെ. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച NDAയിൽ മേയർ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ശാസ്തമംഗലത്ത് നിന്ന് ജയിച്ച മുൻ DGP ശ്രീലേഖയുടെ പേരാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു കേട്ടതെങ്കിലും വിജയത്തിന് ശേഷം VV രാജേഷിന്റേത് അടക്കമുള്ള പേരുകൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 51 സീറ്റുകൾ വേണ്ടിടത്ത് 50 സീറ്റുള്ള NDAയ്ക്ക് ഭരണ സ്ഥിരതയ്ക്ക് 2 സ്വതന്ത്ര കൗൺസിലർമാരിൽ ഒരാളെയെങ്കിലും ഒപ്പം നിർത്തേണ്ടിയും വരും. കൂടുതൽ വിവരങ്ങളിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ബിനോയ് കൃഷ്ണൻ നൽകും. ബിനോയ്, അപ്രതീക്ഷിത വിജയങ്ങളും കനത്ത തിരിച്ചടികളും നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഇനി കാത്തിരിപ്പാണ്. അതായത് അധികാര സ്ഥാനങ്ങളിൽ ആരൊക്കെ എത്തുമെന്നറിയാനുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിലേറ്റവും ആകാംക്ഷയുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. വലിയ ഒറ്റകക്ഷിയെ തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തു. പക്ഷേ ഇപ്പോൾ അതിൽ ആരാണ് മേയർ സ്ഥാനത്തേക്ക് വരിക എന്ന ചൂടേറിയ ചർച്ചകൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. തലസ്ഥാനത്ത് ഇനി ആര് ഭരിക്കും എന്ന് തന്നെയാണ് അറിയേണ്ടത്. ശ്രീലേഖയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ VV രാജേഷിന്റെ പേരും കേൾക്കുകയാണ്. നിലവിൽ ആർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്? അക്ഷയ, ഇക്കാര്യത്തിൽ NDA അല്ലെങ്കിൽ BJP കൃത്യമായ ഒരു വിവരം നൽകുന്നില്ല. കാരണം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 18-ന് ശേഷമേ ശരിക്കും ഇത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കൂ എന്നാണ് NDA വൃത്തങ്ങൾ, BJPയുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീലേഖയുടെ മുൻ DGP ശ്രീലേഖയുടെ പേര് തുടക്കത്തിൽ തന്നെ കേട്ടിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് മേയർ സ്ഥാനാർത്ഥി എന്ന മട്ടിൽ BJPക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഗ്ലാമറുള്ള ഒരു മുഖമായിരുന്നു DGP ശ്രീലേഖയുടേത്. ശാസ്തമംഗലത്ത് അവർ മനോഹരമായി വിജയിക്കുകയും ചെയ്തു. പാട്ടും പാടി വിജയിച്ചു എന്ന് തന്നെ പറയണം. അത്രയ്ക്ക് മനോഹരമായി അവരതിനെ ഡീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഉയർന്നു കേട്ട പേര് DGP ശ്രീലേഖയുടേതാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നമ്മളോടക്കം അവർ നൽകിയ പ്രതികരണവും പാർട്ടി പറഞ്ഞാൽ മേയർ ആകാൻ തയ്യാറാണ് എന്നാണ്. ഒരു ചോദ്യം കൂടെ അവർ ചോദിച്ചു, ഈ സ്ഥാനാർത്ഥിയായി ആകാൻ പാർട്ടി പറഞ്ഞു, മറ്റേത് DGP അല്ലെങ്കിൽ IPS ഇങ്ങനെ ചെയ്യും, ഞാനത് ചെയ്തിരിക്കുന്നു, അതുപോലെ പാർട്ടി ആവശ്യപ്പെടുകയാണ് മേയറാണ് ആകണം എന്ന്. അങ്ങനെയെങ്കിൽ അതിലും താൻ തയ്യാറാണ് എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവരുടെ ഒരു ഭരണപരിചയം, ഒരു സംസ്ഥാനത്തിന്റെ DGP ആയിരുന്ന ഭരണപരിചയം അവരെ ഇക്കാര്യത്തിൽ
പിന്തുണയ്ക്കും. ആ സ്ഥാനത്തേക്ക് വന്നാൽ അവർക്കത് മനോഹരമായി ചെയ്യാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം കൂടെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കറിയാം BJP ഒരു കേഡർ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉയരുന്നത് ശ്രീലേഖയുടെ മാത്രം പേരല്ല. അവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള VV രാജേഷ് കൗൺസിലുണ്ട്. VV രാജേഷിന്റെ പേര് ഉയരുന്നുണ്ട്. അപ്പൊ ആദ്യ പരിഗണന നിലവിൽ VV രാജേഷിന് തന്നെയാണ്. അപ്പോ രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ ഒക്കെ ശ്രീലേഖയുടെ പേര് തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പാർട്ടിക്കകത്തുള്ള സംഘടനാപരമായ കാര്യമാണ്. VV രാജേഷ്, അതിനുശേഷം MR ഗോപൻ എന്ന കഴിഞ്ഞ എത്രയോ വർഷമായി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന MR ഗോപൻ ശക്തനായ നേതാവാണ്. BJPയുടെ സാന്നിധ്യം കൗൺസിലിൽ ഏറ്റവും ശക്തമായി തെളിയിക്കുന്ന നേതാവാണ് MR ഗോപൻ. അതുപോലെ കരമന അജിത്ത്. ഇവർ ഈ MR ഗോപനും കരമന അജിത്തും കൗൺസിലിൽ എത്രയോ വർഷങ്ങളായി പല വാർഡുകൾ മാറി മാറി മത്സരിച്ചപ്പോഴെല്ലാം വിജയം അവരുടെ കൂടെ വരികയും പല CPM നേതാക്കന്മാരെയും പ്രാദേശിക തലത്തിലും ഒക്കെയുള്ള CPM നേതാക്കന്മാരെയും ഒക്കെ പല വാർഡുകളിൽ പോയി മത്സരിച്ച് തോൽപ്പിക്കുകയും ചെയ്ത ജനകീയ അടിത്തറയുള്ളവരാണ് ഈ പറഞ്ഞ MR ഗോപനും കരമന അജിത്തും ഒക്കെ. നമുക്കറിയാം CPMന്റെ ഏരിയ എത്രയോ വർഷങ്ങളായി നെടുങ്കാട് വാർഡ് കൗൺസിലറായിരുന്ന CPM ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന പുഷ്പലതയെ കഴിഞ്ഞ തവണ മലർത്തിയടിച്ച് ആ വാർഡ് പിടിച്ചയാളാണ് കരമന അജിത്ത്. അദ്ദേഹം വീണ്ടും കരമനയിലേക്ക് വന്ന് മത്സരിച്ച് ജയിച്ചു. ഏത് വാർഡിൽ മത്സരിച്ചാലും ജയിക്കാൻ ഉള്ള ജനകീയ അടിത്തറയുള്ള ഇത്തരം ആൾക്കാരുണ്ട്. പാർലമെന്റ് രംഗത്തെ കൗൺസിലിനുള്ള അവരുടെ ഒരു അനുഭവ പരിചയം കൂടെ BJP കണക്കിലെടുക്കുന്നുണ്ട്. അപ്പം നിലവിൽ സംഘടനാ സംവിധാനം അനുസരിച്ചാണെങ്കിൽ VV രാജേഷ്, MR ഗോപൻ, കരമന അജിത്ത് എന്നീ 3 പേരുകളാണ് BJP ആദ്യം പരിഗണിക്കുക. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീലേഖയുടെ പേര് കൂടി ഈ വിഷയത്തിൽ പരിഗണിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ശരി, ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കുമോ ശ്രീലേഖയെ എന്നൊരു ചോദ്യം കൂടെ ഇതിലൂടെ ഉയരുന്നുണ്ട്. തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരിക്കാനൊരുങ്ങുന്ന BJP തിരുവനന്തപുരത്ത് മേയർ ചർച്ചകൾ സജീവമാക്കുകയാണ്. എന്തായാലും VV രാജേഷ്, ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ താല്പര്യം ആരിലേക്കാണ്, അല്ലെങ്കിൽ ഈ താല്പര്യത്തിനനുസരിച്ചായിരിക്കുമോ മേയർ സ്ഥാനത്തേക്ക് ആൾ വരിക എന്ന് തന്നെയാണ് ഇനി നമ്മൾ നോക്കിയിരിക്കേണ്ടത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയ ശ്രീലേഖയ്ക്ക് ഭരണപരമായ പരിചയം മുതൽക്കൂട്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കേന്ദ്രം കടക്കുകയോ എന്ന് തന്നെയാണ് ഇനി നോക്കേണ്ടത്. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും മേയർ സ്ഥാനത്തേക്ക് ആര് എന്നുള്ളൊരു അന്തിമ ചിത്രം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യ BJP മേയറെ തീരുമാനിക്കാൻ പാർട്ടികൾ ചർച്ചകൾ സജീവമായിട്ട് തന്നെ നടക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ചർച്ചകൾ നടക്കുകയാണെങ്കിലും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തന്നെയാണ് നീക്കമെന്ന് BJP നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അതിൽ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പാർട്ടി മേയർ പദവി വാഗ്ദാനം ചെയ്താൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് VV രാജേഷ് വിജയത്തിന് ശേഷം അന്ന് പ്രതികരിച്ചിരുന്നു. മേയർ സ്ഥാനം സംബന്ധിച്ച പാർട്ടി സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കുമെന്നും തങ്ങൾ കഴിഞ്ഞ 5 വർഷമായി നടത്തിയ സമര പോരാട്ടങ്ങളടക്കം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും അന്ന് വിജയത്തിന് ശേഷം VV രാജേഷ് പ്രതികരിച്ചിരുന്നു. CPMന്റെ അഴിമതി ഭരണത്തിനെതിരായ വിധിയാണ് തിരുവനന്തപുരത്ത് BJPക്ക് അട്ടിമറിയായിട്ടുള്ള ഒരു വിജയം സമ്മാനിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് കൂടെ ചേരുന്നുണ്ട്. സർ, നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ആദ്യത്തെ BJP മേയറെ തീരുമാനിക്കാൻ പാർട്ടിയിൽ സജീവ ചർച്ചകൾ നടക്കുകയാണ്. BJP നേതാവ് VV രാജേഷും ശ്രീലേഖയുമാണ് മേയർ സ്ഥാനത്തേക്ക് വരിക എന്ന് ഒരു സാധ്യത ലിസ്റ്റിലുള്ളവരാണ്. മുൻഗണന ഇവർക്ക് തന്നെയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ട്വിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ കണ്ടതാണ് ഈ ഒരു ഇത്രയും നാളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന അഴിമതി ഭരണത്തിനുള്ള ഒരു ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു മറുപടി തന്നെയാണ് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ മേയർ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സാധ്യത ആർക്കാണ്? വീണ്ടും അത്തരത്തിലുള്ള ഒരു ഭരണ തുടർച്ച എങ്ങനെയാകുമെന്നൊരു കുറേയധികം ചോദ്യങ്ങൾ തന്നെയാണ് ബാക്കിയാകുന്നത്. അന്തിമ ചിത്രം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഉടൻ തന്നെ പ്രതീക്ഷിക്കേണ്ടി വരുമല്ലേ? അക്ഷയ, നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പാർട്ടിയിലെ ഒരു പാരമ്പര്യവും ചരിത്രവും അനുസരിച്ച് VV രാജേഷിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹം ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രത്തിൽ അദ്ദേഹമാണ് ശ്രീലേഖയേക്കാൾ മുൻപിൽ നിൽക്കുന്നത് എന്നത് സംശയാതീതമായ കാര്യമാണ്. അപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകന് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അയാളുടെ പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരമാണ് ഇതുപോലെയുള്ള അധികാര സ്ഥാനങ്ങൾ.
കാരണം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരിൽ 99% ആളുകളും എങ്ങനെയെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് എത്തണമെന്നുള്ള ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം. അല്ലാതെ ജനസേവനം മാത്രമല്ല. അങ്ങനെയൊക്കെ പൊതുവെ പറയുമെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള താല്പര്യം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും, അത് BJP അല്ല, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും. അപ്പോൾ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് PV രാജേഷിനെ കിട്ടുമെന്നുള്ളതാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് കാരണം DGP ഒക്കെ ആയിരുന്ന ഉന്നതമായിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ഒരു വനിത വളരെ വൈകിയാണെങ്കിലും പാർട്ടിയിൽ വരികയും അവരുടെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ അവർ വിജയിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുക്കണമെന്നുള്ള ചിന്ത പാർട്ടിക്കുള്ളിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയുള്ള ഒരു സാങ്കേതികമായ പ്രശ്നം ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതയ്ക്ക് വേണ്ടി സംവരണം ചെയ്തതാണ്. അപ്പോൾ ഏതെങ്കിലും കാരണത്താൽ മേയർ ഒരു വനിത വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു പുരുഷന്റെ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു സാധ്യത നഷ്ടപ്പെടുന്നു എന്ന ഒരു വശം കൂട്ടുണ്ട്. പുരുഷന് കൊടുക്കണം നിർബന്ധമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുന്നതും ആ തരത്തിലുള്ള ഒരു ആലോചനയും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. മൂന്നാമത്തെ പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 50 BJP കൗൺസിലർമാരിൽ നല്ലൊരു പങ്ക് RSS പശ്ചാത്തലമുള്ളവരാണ്. അപ്പോൾ RSSലൊക്കെ അവർ ശക്തമായി പ്രവർത്തിച്ച ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പല ആളുകളുമുണ്ട്. എനിക്ക് അവരെ നേരിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ RSSന്റെ ഒരു സ്വാധീനം ഇപ്പോൾ പല തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലും മേയറായാലും പിന്നെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും RSSന്റെ ഒരു സ്വാധീനം പൊതുവെ BJPയുടെ ഒരു മുഖമുദ്രയാണ്. അത് കേന്ദ്രത്തിലാണെങ്കിലും ശരി, സംസ്ഥാനത്താണെങ്കിലും ശരി, RSSകാരെ പിണക്കിക്കൊണ്ടോ അവരുടെ ഒരു ഉപദേശമോ അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതമോ ഒന്നും ഇല്ലാതെ അധികാര സ്ഥാനങ്ങളിൽ BJPക്ക് ആളുകളെ വെക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം BJPയിലുണ്ട്. അത് ദേശവ്യാപകമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമവാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ RSS പശ്ചാത്തലമുള്ള ആരെങ്കിലും കൂടെ പിന്നെ ഒരുപക്ഷെ രംഗത്ത് വന്നേക്കാം. ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം RSSന്റെ ഒരു അഭിപ്രായത്തിന് ഗണ്യമായ സ്ഥാനം മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് ശ്രീലേഖയ്ക്ക് അനുകൂലമാകാൻ വലിയ സാധ്യതയില്ല. അവിടെയും രാജേഷിനാണ് സാധ്യത. കാരണം രാജേഷ് ചെറുപ്പം മുതൽ തന്നെ ABVPയിലും അതുപോലെ മറ്റ് RSS പോലെയുള്ള സംഘടനകളിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട് RSSന്റെ ഒരു മുൻതൂക്കം രാജേഷിന് ലഭിക്കാനൊരു സാധ്യതയുണ്ട്. ഇത് നേരത്തെ അക്ഷയ സൂചിപ്പിച്ച പോലെ ആര് വന്നാൽ തന്നെയും ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയതായിട്ടുള്ള ശുദ്ധ അഴിമതിയുടെ ചിത്രമെല്ലാം പുറത്തു വരും. ആ കാര്യത്തിൽ ഇപ്പൊ ശ്രീലേഖ ആണെങ്കിലും ശരി, രാജേഷ് ആണെങ്കിലും ശരി, ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിലുള്ള കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരും. അത് വലിയ പ്രത്യാഘാതം CPMൽ ഉണ്ടാക്കും. അതുകൊണ്ട് മുൻ മേയർ തന്നെ ഇപ്പോൾ ഇവിടുന്ന് ചുവട് മാറ്റി തലസ്ഥാനം വിടുന്നു എന്നൊക്കെ വാർത്ത പരക്കുന്നുണ്ട്. അവരുടെ ഭർത്താവിന്റെ സ്ഥലത്തേക്ക് കോഴിക്കോട്ടേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്തായാലും അവർ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ അധികാരത്തിലിരുന്ന കോർപ്പറേഷൻ തന്നെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പല അഴിമതിയുടെയും അന്വേഷണ പരിധിക്കകത്ത് വരുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ പാർട്ടിക്കകത്ത് സീറ്റാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മേയർ ഇപ്പോൾ ശ്രീലേഖ രാജേഷ് ആണെങ്കിലും മൂന്നാമതൊരാളെങ്കിലും പഴയ കൗൺസിലിന്റെ അഴിമതികളൊക്കെ അവരെ ചികഞ്ഞു കൊണ്ടുവരികയും പുറത്ത് അവരത് പൊളിച്ചു കാണിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും 2-3 ദിവസങ്ങൾക്കകം ഒരു തീരുമാനമെടുക്കും. എന്റെ ഒരു നിരീക്ഷണത്തിൽ രാജേഷിനാണ് കൂടുതൽ സാധ്യത, അദ്ദേഹത്തിനാണ് പാർട്ടിയിൽ കൂടുതൽ അർഹതയും എന്ന് തന്നെ വേണം കാണാൻ. സർ, ഈ 40 വർഷത്തോളമായി LDF തുടർഭരണം നടത്തിയിരുന്ന തലസ്ഥാനത്താണ് 50 സീറ്റുമായി BJP ഭരണം പിടിച്ചെടുത്തത്. അത് വലിയൊരു വിജയമായിട്ട് തന്നെയാണ് BJP ഇപ്പോൾ ആഘോഷിക്കുന്നത്. പക്ഷേ 51 സീറ്റുകൾ വേണ്ടിടത്ത് 50 സീറ്റുകൾ ഇന്ത്യക്ക് ഭരണസ്ഥിരതയ്ക്ക് 2 സ്വതന്ത്രയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു കച്ചവടം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ള ഒരു സാധ്യതയില്ല. ആ ലിസ്റ്റിലേക്ക് വരാൻ ആ ലിസ്റ്റിലേക്ക് വരാനുള്ള സാധ്യതയുള്ളവർ ആരൊക്കെയായിരിക്കും? അക്ഷയ കേവലമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ അക്ഷയ പറഞ്ഞത്. അത് അസംഭാവ്യമല്ല, സംഭവിക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ അവർ വളരെ നേരിയ, നമ്മൾ പറയുന്ന പോലെ ഒരു തലനാരിഴയുടെ വ്യത്യാസത്തിൽ വേണമെങ്കിൽ കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് തന്നെ പറയാം. 100 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പേ നടത്തുള്ളൂ.
ഒരു സീറ്റിലേക്ക് വിഴിഞ്ഞത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ BJPക്ക് സാധ്യതയുള്ള ഒരു സീറ്റ് അല്ല അത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ 50 എന്ന നമ്പർ സീറ്റിന്റെ കുറവല്ലേ ഉള്ളൂ. ഹലോ സർ, കേൾക്കാമോ? എന്താ പറഞ്ഞേ? ഈ കേവല ഭൂരിപക്ഷത്തിന്റെ ഒരേ ഒരു സീറ്റിന്റെ കുറവല്ലേ BJPക്ക് നിലവിലുള്ളൂ? അതെ, ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഒരു സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ബാക്കിയുണ്ട്, വിഴിഞ്ഞം. ആ തെരഞ്ഞെടുപ്പിൽ പോലും നടന്നാൽ BJPക്ക് 51 ആക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ 2 സ്വതന്ത്രന്മാരാണ്. അത് രണ്ടുപേരും 2 രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരാണ്. പൗണ്ട് കടവിൽ നിന്ന് ജയിച്ചയാള് ഒരു തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ ഈ കണ്ണമ്മൂല വാർഡിൽ നിന്ന് ജയിച്ച രാധാകൃഷ്ണനും ഒരു CPM പശ്ചാത്തലമുള്ളയാളാണ്. അപ്പോൾ ഇവര് രണ്ടുപേരും BJPയുടെ പക്ഷം ചേരുമോ, അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ട് അവരെ BJP പക്ഷത്തിലാകുമെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ 51 നമ്പറിലേക്ക് എത്താനായി സാധിക്കും. അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. എന്നാലും ആ സാധ്യത തള്ളിക്കളയാനാവുകയില്ല. അതുകൊണ്ട് കഴിഞ്ഞ 20-40 വർഷം ഭരിച്ചു എന്നുള്ളതൊന്നും ഇനിയും CPM ആവർത്തിച്ചിട്ട് കാര്യമില്ല. അവരുടെ കയ്യിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പൊടിവിട്ട് പോയിരിക്കുന്നു. ഇനിയും BJP എന്ത് വില കൊടുത്തും 5 വർഷം ഭരിക്കാനുള്ള ശ്രമം നടത്തും. അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരം ചില പുതിയ സമവാക്യങ്ങൾ രൂപപ്പെട്ടാലും അതിശയിക്കേണ്ടതില്ല. തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ കൂടെ ചേരുന്നുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. പറയൂ. ഏതായാലും സന്തോഷമായിട്ട് തന്നെ ഒരു വിജയാഹ്ലാദത്തിന്റെ തുടക്കത്തിൽ തന്നെയായിരിക്കും. കാരണം 3 മുന്നണികളെയും 4 അപരന്മാരെയും തറ പറ്റിച്ച് കൊണ്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു കണ്ണൻമൂലയിൽ കണ്ടത്, അല്ലെ? വിജയക്കൊടി പറിച്ച്. സന്തോഷം. തീർച്ചയായും. അതെ, ഇപ്പോൾ അതിനെക്കാട്ടും ഉപരി ഒരു സന്തോഷത്തിലേക്കുള്ള ഒരു യാത്രയാണോ എന്നുള്ളൊരു സംശയമാണ് ബാക്കിയാകുന്നത്. കാരണം കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു കോർപ്പറേഷൻ ഭരണം നേടുകയാണ്. 100 സീറ്റിൽ 50 BJP പിടിച്ചു. കേവല ഭൂരിപക്ഷത്തിന് ഇനി ഒരേ ഒരു സീറ്റിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതിലേക്ക് അടുത്തത് ആര് എന്ന ചോദ്യം പുരോഗമിക്കുമ്പോൾ ആദ്യം വരുന്ന പേര് താങ്കളുടേതാണ്. അല്ല, എനിക്കറിയില്ല കേട്ടോ. ഞാൻ വാർഡിൽ ഒന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്റെ വാർഡിന്റെ വെൽഫെയറിന് വേണ്ടിയുള്ള ഒരു വികസന പത്രിക തയ്യാറാക്കുന്നതിന്റെ ജോലിയിലാണ് ഞാൻ. ആരെങ്കിലും എന്നെ പിന്തുണയ്ക്കുമോ, ഞാൻ ആരെങ്കിലും പിന്തുണയ്ക്കണമോ എന്നൊന്നും നിശ്ചയിച്ചിട്ടില്ല. എന്റെ വാർഡിന്റെ വെൽഫെയറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആര്, ഞാൻ ഈ എഴുതി തയ്യാറാക്കുന്ന കാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്നത് ആര്, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ആ കാര്യത്തിലൊരു നിലപാട്. എന്റെ വാർഡിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ അവരുടെ കമ്മിറ്റികൾ കൂടി പാർട്ടി പ്രവർത്തകരാണല്ലോ തീരുമാനമെടുക്കുക. ഇത് എന്നോടൊപ്പം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഒരുപാട് ആളുകൾ രാഷ്ട്രീയത്തിന് ഉപരിയായി നിന്നു. അപ്പൊ അവരോടൊക്കെ ആലോചിച്ച് മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ത് ചെയ്യണമെന്ന്. പറഞ്ഞോളൂ സാർ. തീർച്ചയായും അപ്പൊ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾക്ക് തുടക്കം ഇട്ടിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായും. ഇല്ല, ഞാന് തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയി. ഞാനെന്നല്ല, ആര് പ്രവർത്തിച്ചാലും അത്തരക്കാർക്ക് കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ സ്വാഭാവികമായ ബന്ധമുണ്ടാവും. ആ ബന്ധത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലരും എന്നെ വിളിക്കുകയും പിന്തുണ തേടുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാനിപ്പോ എന്റെ ഒരു സൗഹൃദത്തിൽ വലയത്തിലുള്ള ആളുകളാണ് അങ്ങനെ സംസാരിച്ചത്. അത് മിക്കവാറും പാർട്ടികളിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല. നിങ്ങൾ ജയിച്ചതിൽ സന്തോഷം, കൂടെ ഉണ്ടാവണം എന്നൊക്കെ മാത്രമേ പലരും പറഞ്ഞിട്ടുള്ളൂ. അതാണ് അതിന്റെ വസ്തുത. ഒരു കാര്യം കൂടെ, ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ BJP മേയറെ തീരുമാനിക്കാൻ പാർട്ടിയിൽ എന്തായാലും സജീവ ചർച്ചകൾ BJPയിൽ നടക്കുകയാണ്. ആരാകും ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളതെന്നാണ് സാർ തോന്നുന്നത്? അല്ല, എനിക്ക് ഏത് പാർട്ടി വരും ഏത് മുന്നണി വരും എന്ന് പറഞ്ഞൊന്നും ഇപ്പൊ ഒരു ധാരണയില്ല. 2-3 സാധ്യതകളുണ്ടല്ലോ, ഒന്നല്ലല്ലോ, 2-3 സാധ്യതകൾ കേൾക്കുന്നുവല്ലോ. അപ്പൊ അതിൽ എങ്ങനെ വരുമെന്ന് എനിക്കൊരു ധാരണ ഇല്ല കേട്ടോ. ഞാൻ ഈ ചർച്ചയുടെ ഒന്നും ഭാഗമായ ഒരാളല്ല. വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ ഫലം നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച NDAയിൽ മേയർ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശാസ്തമംഗലത്ത് നിന്ന് ജയിച്ച മുൻ DGP ശ്രീലേഖയുടെ പേരാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നത് കേട്ടതെങ്കിലും വിജയത്തിന് ശേഷം VV രാജേഷിന്റെ അടക്കമുള്ള പേരുകൾ ഉയരുന്നുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 51 സീറ്റുകൾ വേണ്ടിടത്ത് 50 സീറ്റുള്ള NDAക്ക് ഭരണസ്ഥിരതയ്ക്ക് 2 സ്വതന്ത്ര കൗൺസിലർമാർ ഒരാളെയെങ്കിലും ഒപ്പം നിർത്തേണ്ട ആവശ്യകതയുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആരാകും മേയറെന്ന ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. ഇടവേള.
ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ സൊഹ്റാൻ മംദാനി. 34-കാരനായ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ആദ്യത്തെ മുസ്ലിം ദക്ഷിണേഷ്യക്കാരനുമാണ്. 2020 നവംബറിലാണ് ന്യൂയോർക്ക് സംസ്ഥാന അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തൊഴിലാളി വർഗത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും നഗരത്തിലെ ചിലവേറിയ ജീവിതത്തിന് പരിഹാരം കാണുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മംദാനി രാഷ്ട്രീയത്തിൽ സജീവമായത്. മുൻ ഗവർണർ ആൻഡ്രൂ കോമോ, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലീവ എന്നിവരെ പരാജയപ്പെടുത്തിയാണ് മംദാനി ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂയോർക്കിലെ 5 ബറോകളിൽ 4 മുന്നിലായിരുന്ന മംദാനി മുൻ ഗവർണർ ആൻഡ്രൂ എം ക്യൂമോയെ 50.6% വോട്ടുകൾ നേടി പരാജയപ്പെടുത്തി. ജീവിത ചെലവും കുടിയേറ്റവുമായിരുന്നു തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയങ്ങൾ. ന്യൂയോർക്കിലെ 111ാമത് മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് സമീപകാല US ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളൊന്നായിരുന്നു. 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം നടന്ന ആദ്യത്തെ പ്രധാന വോട്ടെടുപ്പാണിത്. സൊഹ്റാൻ മംദാനിയുടെ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുരോഗമനപരമായ ചിന്താഗതിക്കും മറ്റ് മതങ്ങൾപ്പെട്ടവർക്ക് ലഭിക്കുന്ന പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായും വംശീയതയോടുള്ള ചെറുത്തുനിൽപ്പായും കണക്കാക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുടരുന്ന മംദാനിയുടെ ഇടത് ആശയങ്ങളോടുള്ള താല്പര്യം 100% കമ്മ്യൂണിസ്റ്റ് എന്ന ട്രംപിന്റെ വിമർശനത്തെ ശരിവെക്കുന്നുവെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് തർക്കമുയരുന്നുണ്ട്. അതേസമയം ട്രംപ് വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെടുന്ന സൂചനയും ഈ വിജയം നൽകുന്നു. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, വിർജീനിയ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെ ഡെമോക്രാറ്റിക് വിജയങ്ങൾ ട്രംപിന്റെ 2ാം ഭരണകാലത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ രാഷ്ട്രീയ മനോഭാവത്തിന്റെ ആദ്യ സൂചനയായാണ് വിലയിരുത്തുന്നത്. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഉഗാണ്ടൻ അക്കാദമിഷ്യൻ മഹമ്മൂദ് മംദാനിയുടെയും മകനാണ് സൊഹ്റാൻ മംദാനി. 2002 ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു എന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചതിലൂടെ മംദാനി ശ്രദ്ധ നേടിയിരുന്നു. മോദിയെ യുദ്ധ കുറ്റവാളി എന്ന് വിളിച്ച അദ്ദേഹം നെതന്യാഹുവിനോട് താരതമ്യം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെയും അയോധ്യ രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെയും തുറന്ന വിമർശകനായിരുന്നു സൊഹ്റാൻ മംദാനി. മറ്റു വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ലെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. ജനങ്ങളുടെ പ്രതികരണം വിശദമായി മുന്നണി ആഴത്തിൽ പരിശോധിക്കും. ഘടകകക്ഷികൾ തെരഞ്ഞെടുപ്പ് റിവ്യൂ നടത്തുമെന്നും അതിനുശേഷം മുന്നണി വിഷയം പരിശോധിക്കുമെന്നും ഇടതുമുന്നണി യോഗത്തിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യമായി ഹൈക്കോടതി. കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ദേവസ്വം മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ ചോദ്യം. ഇർഫാൻ വിശദാംശങ്ങൾ. ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർണായകമായ ചില ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന നിലയിലാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്നുള്ളതാണ് ഹൈക്കോടതി സുപ്രധാന ചോദ്യം ഉണ്ടായിരുന്നത്. കോടതിയുടെ ചോദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ചോദ്യം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളികളായിരുന്നോ അവയെന്ന് നിർണായക ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കട്ടിളപ്പാളി ചെമ്പ് പൊതിഞ്ഞതെന്ന് N വാസു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വിചാരണ കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. മാത്രമല്ല കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന് തെളിവായി മൊഴികളാണ് ഉണ്ടായിരുന്നത് എന്നാണ് സർക്കാർ കോടതിയിൽ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറ്റു രേഖകൾ ഹാജരാക്കാൻ സർക്കാർ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്, അല്ലെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ജാമ്യാപേക്ഷ ഹർജിയിൽ വിധി പറയാൻ വേണ്ടി കോടതി അടുത്ത ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. ഇർഫാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ SIT. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തന്ത്രി നേരത്തെ മൊഴി നൽകിയിരുന്നു. അതേസമയം സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ചെന്നൈയിലെ സ്മാർട്ട്സ് ക്രിയേഷൻ CEOയെ SIT ചോദ്യം ചെയ്തു. പങ്കജ് ഭണ്ഡാരിക്കൊപ്പം 2 ജീവനക്കാരെയും കേസിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്പോൺസർ എന്ന നിലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2024 അനുവാദം നൽകിയിരുന്നു.
തിളക്കം മങ്ങിയതിനാൽ പരിഹരിക്കാൻ ഗ്യാരണ്ടി ഉണ്ടെന്നായിരുന്നു കാരണമായി പറഞ്ഞത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശാൻ അനുമതി നൽകിയുള്ള തീരുമാനം പിന്നീട് ബോർഡ് തിരുത്തി. ഉദ്യോഗസ്ഥരുടെ അകമ്പടിയിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി തിരിച്ചെത്തിച്ചെന്നാണ് PS പ്രശാന്തിന്റെ നിലപാട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാതന്ത്ര്യം നൽകിയുള്ള ഉദ്യോഗസ്ഥരുടെ ആദ്യ തീരുമാനവും പിന്നീടുണ്ടായ തിരുത്തൽ സാഹചര്യവും മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രശാന്തിനോട് ചോദിച്ചറിയും. എന്നാൽ എല്ലാത്തിനും മതിയായ രേഖകളുണ്ടെന്നും പിഴവ് സംഭവിച്ചിട്ടില്ലെന്നുമാണ് PS പ്രശാന്തിന്റെ നിലപാട്. അതേസമയം ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും കൊല്ലം വിജിലൻസ് കോടതി ഇന്നലെ തള്ളി. പാളികൾ കൈമാറിയതിൽ തിരുവാഭരണം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്വമെന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിന് പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സിജു രാജനാണ് കോടതിയിൽ ഹാജരായത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയാണ് SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പ കേസിലുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. വയനാട് പച്ചിലക്കാട് പടിക്കംവയലിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ലൊക്കേറ്റ് ചെയ്തതായി വനംവകുപ്പ്. പനമരം ചിക്കല്ലൂർ ഭാഗത്തായാണ് കടുവയുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. കടുവയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ മയക്കുവെടി വയ്ക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ജിൻസ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ജിൻസ്, കടുവയെ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ നടപടികളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അക്ഷയ, ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ്. നിലവിൽ പനമരം ചീക്കല്ലൂർ ഭാഗത്താണ് കടുവയെ കണ്ടിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നത്. ഇതനുസരിച്ച് നിലവിൽ RRT സംഘവും വനംവകുപ്പും ഉൾപ്പെടെ ഈ മേഖലയിൽ പരിശോധന തുടരുകയാണ്. എന്തായാലും ലൊക്കേറ്റ് ചെയ്താൽ ഉടൻ തന്നെ ഇതിനെ മയക്കുവെടി വെക്കും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തെർമൽ സ്കാൻ, ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഈ പരിശോധന പുരോഗമിക്കുന്നത്. എന്തായാലും ഈ വയലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് ഈ നാട്ടുകാർ ഈ കടുവയെ കണ്ടത്. തുടർന്ന് മാനന്തവാടിയിലും അതുപോലെ തന്നെ കൽപ്പറ്റയിലും RRT സംഘവും ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയ സമയത്താണ് ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. എന്തായാലും നിലവിൽ ഈ കടുവയെ പിടികൂടാനുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ജലവിതരണം ഉടൻ പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ G. പ്രിയങ്ക അറിയിച്ചു. ഇന്ന് രാത്രിയോടെ പ്രശ്നപരിഹാരമുണ്ടാകും. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ചേരനെല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കും. മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ പറഞ്ഞു. കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയതായും കളക്ടർ അറിയിച്ചു. കാക്കനാട് ഭാഗത്തേക്ക് കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള പൈലിംഗ് ജോലികൾക്കിടെയാണ് പൈപ്പ് ലൈൻ തകർന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.